പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇന്നലെ നടന്ന ചില സമരമുറകളെ കുറിച്ച് നാം എല്ലാവരും കണ്ടതാണ്. അവിടുത്തെ പ്രിൻസിപ്പാളിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടുകൊണ്ട് അവിടുത്തെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത്. ഈ ഒരു കാര്യത്തോട് യോജിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വിദ്യ നേടാനാണ്. അവിടെ മതങ്ങളുടെ പേരിൽ സമരം നടത്തുവാനോ വർഗീയ ലഹളകൾ ഉണ്ടാക്കുവാനോ വേണ്ടിയിട്ടല്ല. നാം എല്ലാവരും ജീവിക്കുന്നത് മതേതരത്വ രാജ്യത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓരോ വിശ്വാസത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അവരവരുടേതായ വിശ്വാസത്തിന്റെ കീഴിലുള്ള പ്രാർത്ഥനാലയങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ക്രിസ്ത്യൻ കോളേജിലാകട്ടെ, ഒരു ക്രിസ്ത്യൻ സ്കൂളിലാകട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളാകട്ടെ, അവിടെ എല്ലാം പ്രാർത്ഥനാലയങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിലും അവരവരുടേതായ പ്രാർത്ഥനാലയങ്ങൾ അവരവരുടേതായ സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിലും മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഒരു സ്ഥലം ഒരുക്കിയിട്ടില്ല ഇന്നുവരെയും. ഈ ഒരു ആവശ്യവുമായിട്ട് മുൻപോട്ട് വന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവിടുത്തെ പ്രിൻസിപ്പാളായാലും അവിടുത്തെ മാനേജ്മെന്റ് ആയാലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള മുസ്ലിംസ് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ അവകാശപ്പെടുന്ന കാര്യമുണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ അനുവാദമില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരോടാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമില്ല, അതിനുള്ള ഒരു സ്പേസ് അവർ അനുവദിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രത്യേകം നിസ്കരിക്കാൻ ഒരു സ്ഥലം നിങ്ങൾ ഇത് സ്കൂളിന് അടുത്തായിട്ട് ഒരുക്കി തരിക എന്ന് നിങ്ങൾ അവരോടാണ് ആവശ്യപ്പെടേണ്ടത്. അല്ലാതെ ഈ കോളേജിൽ 75 വർഷത്തോളം പാരമ്പര്യമുള്ള ഇതുവരെയും ഒരു കുട്ടികളും ഈ ഒരു ആവശ്യം പറഞ്ഞ് സമരങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത ഒരു കോളേജിൽ വന്നു കിടന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും എന്തിനാണ് കോളേജിൽ വരുന്നത്? വിദ്യാഭ്യാസം നേടാനാണ്, വിദ്യ നേടാനാണ്, അല്ലാതെ അവരവരുടെ മതത്തെ എടുത്തു കാട്ടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇന്ന് ഒരു മതക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റൂം കൊടുത്താൽ നാളെ മറ്റൊരു മതക്കാർ വരും. പിന്നെ അവരവരുടെ പൂജകളും കാര്യങ്ങളും പ്രാർത്ഥനകളും നിസ്കാരങ്ങളും ആവും. പിന്നെ തമ്മിൽ തല്ലാവും. നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടും. നമ്മളെല്ലാവരും എവിടെയാണ് ജീവിക്കുന്നത്? ഇന്ത്യയിലാണ്. ഇന്ത്യ എന്നതൊരു മതേതരത്വ രാജ്യമാണ്. ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാനുള്ള അവകാശങ്ങളുണ്ട്. അവിടെ ചോദ്യം ചെയ്യാനോ അവിടെ വഴക്കുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഉള്ള ഒരു അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. അവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം. കുറ്റബോധമില്ലാതെ ഇവന് മാപ്പ് പറയാതിരുന്നതിന് വലിയ കാര്യമുണ്ടോ? ഈ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇതുപോലെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യൻസിനോ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, ഓരോ മതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് കൂടിയാണ് അവിടെ പഠിക്കുന്നതാണെങ്കിലും മറ്റു ആരോഗ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാം പങ്കെടുക്കുന്നത്. അവിടെ ജാതി വർണ്ണ വിവേചനമില്ല. അവിടെ എല്ലാവരും ഒന്നാണ്. നമ്മൾ എന്തിനാണ് വിദ്യാലയത്തിൽ പോകുന്നത്? വിദ്യ നേടാനായിട്ടാണ്. ആ ബോധം എപ്പോഴും ഓരോ കുട്ടികൾക്കും ഉണ്ടാകണം. ഒരു സമൂഹത്തില് നിലനിന്നു പോകുന്ന ചില നിയമങ്ങളുണ്ട്, ഒരു സമുദായത്തിന്റെ കീഴിൽ നിലനിന്നു പോകുന്ന ചില നിയമങ്ങളുണ്ട്. അതിനെ തല്ലിക്കെടുത്തിക്കൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയല്ല നമ്മൾ ആരും വേണ്ടത്. ഒരുമയോടുകൂടി മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് അവിടെ അങ്ങനെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരു സ്ഥലം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളികളിലോ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ ആവശ്യപ്പെടുക, ഞങ്ങൾക്ക് സ്കൂളിനോട് ചേർന്ന് ഒരു പ്രാർത്ഥനാലയം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അല്ലാതെ അവിടുത്തെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ശാന്തതയെ തകർത്തുകൊണ്ട് മുൻപോട്ട് പോവുകയല്ല നിങ്ങൾ വേണ്ടത്. ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വരും തലമുറകൾ എങ്ങനെയാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വരും തലമുറകൾക്ക് മാതൃകയോടെ മുൻപോട്ട് പോകേണ്ടവരാണ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, കോളേജ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് മതത്തിന്റെ പേരിൽ. വിദ്യ നേടാൻ പോയ കുട്ടികൾ വിദ്യ നേടാൻ ശ്രമിക്കുക, അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇതിനെതിരെ നാം ശക്തമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിൽ വേണ്ടപ്പെട്ടവർ, അധികാരത്തിൽ നിൽക്കുന്നവർ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുക.
അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.